ഒരു മാസം പിന്നിട്ടിട്ടും ബിഗ് ബോസ് ഷോയിൽ കാര്യമായി ഒന്നും സംഭവിക്കില്ലെന്ന് പരാതി പറയുന്നവർക്ക് മുന്നിലേക്ക് ഒറ്റയടിക്ക് 6 വൈൽഡ് കാർഡുകളെ ബിഗ് ബോസ് അവതരിപ്പിച്ചത്. ഈ സീസണിലെ ആദ്യ വൈൽഡ് കാർഡ് എൻട്രികളുമായി ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഒറ്റയടിക്ക് 6 വൈൽഡ് കാർഡുകൾ ഹൗസിൽ കയറിയിട്ടില്ല. അഭിഷേക്, ജയദീപ്, സിബിൻ, നന്ദന, പൂജ, സായി കൃഷ്ണൻ, അഭിഷേക് ശ്രീകുമാർ എന്നിവരാണ് സീസൺ 6ലെ വൈൽഡ് കാർഡുകൾ. 6 പേരും തങ്ങളുടെ ഗെയിം ഹൗസിൽ കളിച്ചു തുടങ്ങി. ഇപ്പോഴാണ് ബിഗ് ബോസ് ഹൗസിന് ഒന്ന് അനക്കം വെച്ച് തുടങ്ങിയത്. വൈൽഡ് കാർഡുകളിൽ ഏറ്റവും എനർജറ്റിക് ആരാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ സ്വദേശി നന്ദനയുടെ പേരാകും പ്രേക്ഷകർ പറയുക. വൈൽഡ് കാർഡ് എൻട്രികളിലെ ആദ്യ വനിതയും നന്ദന തന്നെയായിരുന്നു. എന്തും ആരുടെ മുഖത്ത് നോക്കി പറയുന്ന പ്രകൃതമാണ് നന്ദനയുടേത്. തുടക്കത്തിൽ തന്നെ നന്ദന ഏറ്റുമുട്ടിയത് ജാസ്മിനുമായിട്ടാണ്. അത് നന്നായി ഏൽക്കുകയും ചെയ്തു. ഹൗസിൽ വന്ന് 4 ദിവസം പിന്നിടുമ്പോൾ മറ്റ് ഹൗസ്മേറ്റ്സുമായി തൻ്റെ ജീവിതകഥ പങ്കിട്ടിരിക്കുകയാണ് നന്ദന. ബിഗ് ബോസ് സീസണുകളിൽ മത്സരാർത്ഥികളുടെ ജീവിതം പറയുന്നൊരു സെക്ഷൻ ഉണ്ടാകാറുണ്ട്. അതിലൂടെയാണ് ഒപ്പമുള്ള മത്സരാർത്ഥികളും പ്രേക്ഷകരും ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്നത്. അത്തരത്തിലാണ് നന്ദന തൻ്റെ കഥ മറ്റുള്ളവർക്കായി പങ്കിട്ടത്. കുട്ടിക്കാലം മുതൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങിയ ആളാണ് താനെന്നും ബിഗ് ബോസ് വേദി തൻ്റെ വലിയ സ്വപ്നമായിരുന്നുവെന്നും നന്ദന പറയുന്നു. അക്കൗണ്ടിംഗ് പഠിക്കുകയാണ് ഞാൻ. ഒപ്പം ജോലിയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ അമ്മയും ചേച്ചിയുമുണ്ട്. അച്ഛൻ മരിച്ചിട്ട് 14 വർഷം കഴിഞ്ഞു. അമ്മയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചത്. സാമ്പത്തിക പ്രശ്നം കാരണം അച്ഛൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണ്. അമ്മ വീട്ടുപണിക്ക് പോകുന്ന ആളാണ്. ചെറുപ്പം മുതൽ ജോലിക്ക് പോകുന്ന ആളാണ് ഞാൻ. 7ൽ പഠിക്കുമ്പോൾ കസിൻ്റെ ഒരു കടയിൽ ജോലിക്ക് പോകും. കാശ് ഉണ്ടാക്കണമെന്ന വാശിയായിരുന്നു. അച്ഛൻ ഇല്ലാത്ത വിഷമം അമ്മ ഇതുവരെ ഞങ്ങളുടെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല. കോർപ്പറേറ്റ് കോളേജിലായിരുന്നു ഡിഗ്രിക്ക് പഠിച്ചത്. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകും. ഡാൻസിൻ്റെ കോസ്റ്റ്യൂം വിൽക്കുന്ന കടയിൽ 7 വർഷം നിന്നു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് വണ്ടിയെടുത്തു. അവിടെ നിന്ന് 5-6 പവൻ സ്വർണം എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി. അമ്മയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്കുണ്ട്. വീട്ടുപണി ചെയ്തു എന്നതിന് താഴ്ത്തിക്കെട്ടുന്നവർ ഉണ്ടാകും. ഞാൻ ബിഗ് ബോസിൽ വന്നപ്പോൾ വീട്ടുജോലിക്ക് പോകുന്ന ശാരദയുടെ മോൾ ബിഗ് ബോസിലോ എന്ന തരത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും. എൻ്റെ നാട്ടുകാർ അങ്ങനെയുള്ള ആൾക്കാരാണ്. ബിഗ് ബോസിൽ വൈൽഡ് കാർഡായി സെലക്ട് ആയപ്പോൾ അച്ഛനെ ഓർത്തുപോയി. ഒടുവിൽ ഇവിടെ എത്തി. ബിഗ് ബോസിനോട് ഒത്തിരി നന്ദി എന്നാണ് നന്ദന പറഞ്ഞത്. കഥ പറയുന്നതിനിടയിൽ കരഞ്ഞ നന്ദനയെ ഹൗസ്മേറ്റ്സ് എല്ലാവരും എത്തി ആശ്വസിപ്പിച്ചു. പ്രകോപിപ്പിച്ച് കളിക്കാനറിയുന്ന മത്സരാർത്ഥിയാണ് നന്ദന. വളരെ വേഗത്തിലും ചടുലമായും സംസാരിക്കുന്ന നന്ദന തുടക്കത്തിൽ തന്നെ തൻ്റെ ടാർഗറ്റ് ജാസ്മിനാണെന്നും വെളിപ്പെടുത്തിയിരുന്നു. ശുചിത്വം എന്നത് തന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും സീസൺ 6ൽ ഇനി തൻ്റെ വിളയാട്ടമാണെന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദന ഹൗസിലേക്ക് പോയത്. ഒരു സമയം പോലും അടങ്ങിയിരിക്കാതെ ആക്റ്റീവാണ് നന്ദന.